പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ വീണ്ടും കടുത്ത അനിശ്ചിതത്വം. ഇറാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് ഖത്തറിൽ വെച്ച് US-ഇറാൻ ഉന്നതതല ചർച്ചകൾ നടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ഇറാൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി നിലവിൽ യാതൊരുവിധ നേരിട്ടുള്ള ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കി. തങ്ങളുടെ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആസ്തികൾ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രമാണ് തങ്ങളുടെ പ്രതിനിധി സംഘം ഖത്തർ സന്ദർശിക്കുന്നത് എന്നാണ് ഇറാന്റെ വിശദീകരണം. ഇതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്ക് അറുതി വരുത്താൻ ഇന്ന് നടക്കാനിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ചകൾ നടക്കുമെന്ന അമേരിക്കയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളെ മിനിറ്റുകൾക്കകമാണ് ഇറാൻ ഭരണകൂടം വെട്ടിനിരുത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിതുറന്നേക്കാവുന്ന ഈ വിഷയത്തിൽ ഇറാന്റെ നിലപാട് അതീവ കർശനമാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഈ കുറിപ്പ് പങ്കുവച്ചത്. കനത്ത സൈനിക സംഘർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായെന്നും ഇറാൻ തന്നെ മുൻകൈയെടുത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് ദോഹയിൽ വെച്ച് ഔദ്യോഗിക ചർച്ച നടക്കുമെന്നുമായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ ഈ അവകാശവാദം പൂർണ്ണമായും വ്യാജമാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കയുമായി നിലവിൽ യാതൊരുവിധ നേരിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. അങ്ങനെയെങ്കിൽ ഇറാന്റെ പ്രതിനിധി സംഘം എന്തുകൊണ്ടാണ് ഈ ആഴ്ച ഖത്തർ സന്ദർശിക്കുന്നതെന്ന ചോദ്യത്തിന് കൃത്യമായ സാങ്കേതിക വിശദീകരണമാണ് ഇറാൻ നൽകുന്നത്. വിദേശ ബാങ്കുകൾ അമേരിക്കൻ സമ്മർദ്ദം മൂലം മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക ആസ്തികൾ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രമാണ് ഇറാന്റെ വിദഗ്ധ സംഘം ദോഹ സന്ദർശിക്കുന്നത്. ഇത് കേവലം സാമ്പത്തിക തുടർ നടപടികൾ മാത്രമാണെന്നും ഇതിനെ രാഷ്ട്രീയ ചർച്ചയായി ചിത്രീകരിക്കേണ്ടതില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. നിലവിൽ പുതിയൊരു ചർച്ചയ്ക്കല്ല, മറിച്ച് മുൻപ് ഒപ്പുവെച്ച കരാറുകൾ നടപ്പിലാക്കുന്നതിനാണ് തങ്ങളുടെ ശ്രദ്ധയെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ജൂൺ 17 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ചരിത്രപരമായ ധാരണാപത്രം പൂർണ്ണമായി നടപ്പിലാക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അമേരിക്ക ആദ്യം ചെയ്യേണ്ടത് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുക എന്നതാണ്. അത് ചെയ്യാതെ സമാധാന ചർച്ചകളുടെ പുകമറ സൃഷ്ടിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നാണ് ഇറാന്റെ ആക്ഷേപം. അമേരിക്കയുടെ ഒളിച്ചുകളികൾക്ക് മുൻപിൽ വഴങ്ങില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ ഒരു പടി കൂടി കടന്ന് അമേരിക്കൻ ഭീഷണികൾക്കെതിരെ ആയുധമെടുക്കുമെന്ന കനത്ത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ചർച്ചകളുടെ വാർത്തകൾ നിഷേധിക്കുമ്പോഴും അമേരിക്കയ്ക്ക് കൃത്യമായൊരു സന്ദേശം നൽകാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മറന്നില്ല. അമേരിക്കൻ ഉപരോധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും മുൻപിൽ ഇറാൻ മുട്ടുമടക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ശത്രുതയുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ ജൂൺ 17 ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ദിവസങ്ങൾക്കകം ലംഘിക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഒരു വശത്ത് കനത്ത സൈനിക ആക്രമണങ്ങൾ നടത്തി തങ്ങളെ തളർത്താൻ നോക്കുകയും മറുവശത്ത് സമാധാന ചർച്ചകളുടെ പുകമറ സൃഷ്ടിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ തന്ത്രങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ തുറന്നു കാട്ടുന്നത്. അമേരിക്ക ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാതെ ഇനി ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കുമില്ലെന്ന കടുത്ത നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും വഴിമുട്ടുകയാണ്.